കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടിക്കിടെ ഡോക്ടറും അഭിഭാഷകനുമടക്കം 8 പേരെ പോലീസ് പിടികൂടി. കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇവർക്ക് ലഹരിമരുന്ന് എത്തിച്ചു നൽകിയ പ്രധാനികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. ഷഹബാസാണ് വിവരങ്ങളുമായി ചേർന്ന. ഷഹബാസ്, കൊക്കൈൻ ഉൾപ്പെടെ അവിടെ നിന്ന് പിടികൂടിയെന്ന് അറിയുന്നു. മറ്റൊന്ന് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പിടിച്ചവരിൽ ഡോക്ടറും അഭിഭാഷകനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും കൊച്ചിയിലെ ആഡംബര ഹോട്ടലുകളിൽ റൂമെടുത്ത് കൂട്ടമായി ലഹരി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കടവന്ത്രയിലെ ഒരു ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ച് വരികയായിരുന്ന 8 യുവാക്കളെയാണ് ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘവും കടവന്ത്ര പോലീസും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഒരു റെയ്ഡ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നടത്തുന്നത്. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോണ്, കലൂർ സ്വദേശിയും അഭിഭാഷകനുമായ രോഹിത് നായർ, കലൂർ സ്വദേശിയും റെസ്റ്റോറന്റ് ഉടമയുമായ ഓസ്റ്റിൻ ജോസ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ബിസിനസ്സുകാരനായ ജിനോ മുരളി, ആലപ്പുഴ സ്വദേശിയും ന്യൂട്രീഷനുമായ അക്ബർ ഷാ, പന്തളം സ്വദേശിയും ദന്ത ഡോക്ടറുമായ ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റായ സൈദലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിയും ഏവിയേഷൻ വിദ്യാർത്ഥിനിയുമായ അമൽ റൌഫ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവരുടെ കയ്യിൽ നിന്ന് മാരക ലഹരി മരുന്നുകളായിട്ടുള്ള കൊക്കൈന്, ഹൈബ്രിഡ് കഞ്ചാവ്, മെത്താപെറ്റമിൻ ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇവരെ നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കണ്ടെടുത്തത് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള മയക്കുമരുന്നായ അല്ലെങ്കിൽ ലഹരി മരുന്നായതിനാൽ തന്നെ ഇവരെ നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് ലഭിക്കുന്നത് എന്ന കാര്യമാണ് പോലീസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് ഈ ഷോൺ എന്ന ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന അയാളാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിൽ ഇത്തരത്തിൽ ലഹരി യുവാക്കൾക്ക് വിതരണം ചെയ്യുന്നതെന്നാണ്. ഇയാളെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ആളുകൾക്ക് കൊടുക്കാനുള്ള ഇത്രയും ലഹരി ലഭിക്കുന്നത് എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ വേര് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രമാത്രം ലഹരി എത്തുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട പല ആളുകൾക്കും ലഹരി വിതരണം ചെയ്തുകൊണ്ട് ഒരു പാർട്ടി നടത്താൻ മാത്രം എവിടെ നിന്നാണ് ലഹരി എത്തിക്കുന്നത് എന്ന കാര്യത്തിലടക്കം വരും ദിവസങ്ങളിൽ ഒരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും. അക്കാര്യത്തിലാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ 8 യുവാക്കളാണ് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത് ഒന്നിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചവരെ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ശരി, ഷഹബാസാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന സജീവമായി തന്നെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 8 പേരടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ നൽകിയത്.